നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രെയിൻ റൂട്ടുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു റൂട്ടാണ് ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ പാത. ഏകദേശം 10-26 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു പാതയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത് ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമാണ്. പണ്ട് നമ്മുടെ നിലമ്പൂർ തേക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അപ്പാടെ വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സിംഗിൾ ലൈൻ ട്രെയിൻ പാതയാണിത്. രണ്ടാമത്തെ പ്രത്യേകത, ഈ യാത്ര നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ കൂടെയാണ്. അത് സത്യം പറഞ്ഞാൽ വള്ളവനാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ വള്ളവനാട്ടിലെ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മൾ ഏറനാട്ടിലെ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ഒരുപാട് പാടശേഖരങ്ങളും മലകളും പുഴകളും കൈവരികളും ഒരുപാട് ഗ്രാമങ്ങളും എന്തിനേറെ ഇവിടെയുള്ള ഓരോ റെയിൽവേ സ്റ്റേഷനുകൾക്കും ആ ഒരു പഴയ തനിമയുണ്ട്, ആ ഒരു പഴയ ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ മഴക്കാലത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ഈ യാത്ര പോകുന്നത് ഒരു മഴക്കാലത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമ്മൾ നിലമ്പൂർ വരെയുള്ള വീഡിയോയും അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയ കുറച്ച് സ്ഥലങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഷൊർണൂരിൽ നിന്ന് നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പുഴ എത്തും, വാടാനംകുറിശി എത്തും, പിന്നെ എത്തുന്നൊരു സ്റ്റേഷനാണ് ചെറുകര. ഈ ഒരു ലൈനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള റെയിൽവേ സ്റ്റേഷനുകൾ 2 ഉണ്ട്. ഒന്ന് മേലാറ്റൂരും ഒന്ന് ചെറുകരയും. അതിൽ ചെറുകരയുടെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ചെറുകരയ്ക്ക് അടുത്താണ് ഏലംകുളം, നമ്മുടെ ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ ജന്മദേശമാണ്. അത് കഴിഞ്ഞ് കുലുക്കല്ലൂർ, അങ്ങാടിപ്പുറം എല്ലാവർക്കും അറിയാം, നമ്മുടെ തിരുമാതാംകുന്ന് ക്ഷേത്രമുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ ടൗണിലേക്കും ദൂരം കുറവാണ്. കൊടികുത്തിമല കാണാൻ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ക്രോസിംഗ് ഉള്ളത്. അതായത് നമ്മളിത് സിംഗിൾ ലൈൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഷൊർണൂർ സൈഡിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന വണ്ടിയും നിലമ്പൂർ സൈഡിൽ നിന്ന് തിരിച്ച് ഷൊർണൂരിലേക്ക് വരുന്ന വണ്ടി നമ്മൾ ക്രോസിങ് ചെയ്യുന്നത് അങ്ങാടിപ്പുറത്താണ്. പിന്നെ ഒരു ക്രോസിങ് വരുന്നത് വാണിയമ്പലത്താണ്. അപ്പോൾ അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ പട്ടിക്കാട്, മേലാറ്റൂർ. ഈ മേലാറ്റൂർ സ്റ്റേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഗുൽമോഹറൊക്കെ പൂക്കുന്ന കാലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. ഞാൻ ഫോട്ടോസിൽ മാത്രമേ കണ്ടുള്ളൂ, നമ്മൾ ആ സീസണിൽ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ തൂവൂർ, അങ്ങനെ വാണിയമ്പലം, നിലമ്പൂർ, അങ്ങനെ കുറേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അതിൽ ചെറുകര സ്റ്റേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ട് എടുത്തതാണ്. ചെറുകര സ്റ്റേഷൻ അടിപൊളിയല്ലേ? ഇതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ വൈബ് നമുക്ക് മേലാറ്റൂരിൽ നിന്ന് കിട്ടും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഗുൽമോഹറൊക്കെ വീണ് കിടക്കുന്ന ആ ഒരു സമയം, ആ ഒരു സീസൺ ആണെങ്കിൽ മൈൻഡ് ബ്ലോയിങ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. പിന്നെ വേറൊരു വിശേഷം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റൂട്ടിൽ വൈദ്യുതിവൽക്കരണം പോവാണ്, ഇലക്ട്രിക് ലൈൻ വരാൻ പോവാണ് നമ്മുടെ ട്രെയിന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ പോകുന്ന ഭാഗത്തുള്ള നമ്മുടെ ഹരിതാപയും പച്ചപ്പയും മാൽമരങ്ങൾ, പ്ലാറ്റ്ഫോമിനകത്തെടുക്കുന്ന വേരുകളൊക്കെ അതെല്ലാം മുറിച്ചു മാറ്റപ്പെടും. അത് 100% ഉറപ്പാണ്, അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഈ ഒരു റൂട്ടിലെ യാത്രയ്ക്ക് എത്രത്തോളം പഴയ ഒരു വൈബ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു യാത്ര നടത്തിയത്.
ഇന്ന് നമ്മുടെ കൂടെ ഞാനും ജിഷയും മോളും ഉണ്ട്. നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ എടോഴി എന്ന് പറഞ്ഞ് കണ്ടവർക്കറിയാം. നമ്മളൊരു ട്രാവൽ ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വള്ളുവനാടൻ യാത്ര എടോഴി. അപ്പോൾ അത് എസ്കേപ്പേഡ് എന്ന് പറയുന്നൊരു ട്രാവൽ കമ്പനിയാണ് ഓർഗനൈസ് ചെയ്തത്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയവരെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായി മാറി. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ 2 സുഹൃത്തുക്കളാണ് സനുവും ജെബിനും. 2 പേരും കോഴിക്കോട്ടുകാരാണ്. നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. നല്ലൊരു യാത്രയായിരുന്നു. നമ്മളെല്ലാ സ്റ്റേഷനുകളും കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു മഴയുള്ളത് കൊണ്ട് അതിനൊരു വേറെ നമ്മുടെ മണിരത്നം സാറൊക്കെ പറയുന്ന പോലെ റെയിൻ ഹാസ് എൻ ഇമോഷൻ. അപ്പോൾ ആ ഒരു ഇമോഷനൊക്കെ അനുഭവിച്ച് നമ്മൾ നിലമ്പൂരെത്തി. ഏകദേശം 1 മണിക്കൂറോളം യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നിലമ്പൂരെത്തി. 20 രൂപയാണ് ജനറൽ ടിക്കറ്റ് വരുന്ന ഒരാൾക്ക്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കിന്ന് 2 പ്ലാനാണുള്ളത്. ഒന്ന് കനോലി പ്ലോട്ടിൽ പോകണം, രണ്ടാമത് തേക്ക് മ്യൂസിയം കാണണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം അകലെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ബസ് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നാൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ ഒരു ചെറിയ അഡ്വൈസ്, സ്റ്റേഷനകത്തും നമ്മൾ ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചാർജാണ് പറയണേ. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 രൂപയുടെ ഉള്ളിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റും. നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണ വണ്ടൂർ സൈഡിലേക്കുള്ള ബസ്സുകൾ കയറിയാൽ നമുക്ക് കനോലി പ്ലോട്ടിൽ ഇറങ്ങാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കനോലി പ്ലോട്ട്. അതുപോലെ തന്നെ നമ്മൾ വഴിക്കടവ് സൈഡിലേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തേക്ക് മ്യൂസിയം എത്താം. കനോലി ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൽ നമുക്കൊരു വലിയൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ തൂക്കുപാലം ഫ്ലഡിൻ്റെ സമയത്ത് കേടുവന്ന് നശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അത് കാരണം ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചാലിയാർ പുഴ മുറിച്ച് കടന്നിട്ട് തേക്കിൻകാടിനകത്ത് കയറിയ വലിയൊരു തേക്കുണ്ട് അവിടെ, അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനകത്തൂടെ നടന്ന് ചാലിയാറൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് നമ്മുടെ ടേക്ക് മ്യൂസിയം കാണാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. നമ്മളിപ്പോൾ ചരിത്ര വസ്തുതകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1800-കളിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ തേക്കിൻ തോട്ടം അഥവാ ടീക്ക് പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നത്. അന്നത്തെ മലബാർ കളക്ടറായിരുന്ന HV കനോലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. തുടക്കത്തിലെ വിസ്തൃതിയെ പറ്റിയുള്ള കണക്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 1500 ഏക്കറോളം പരന്ന് കിടക്കുന്ന വളരെ വിശാലമായൊരു തേക്കിൻകാടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഏകദേശം 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇതിൻ്റെ ബഹുഭൂരിപക്ഷവും മുറിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടത്തപ്പെട്ടു എന്നാണ് അറിയാൻ നമുക്ക് സാധിക്കുന്നത് ചരിത്രരേഖകളിൽ നിന്ന്. അതിൽ ബാക്കി വന്ന ഭൂപ്രദേശമാണ് തേക്കിൻകാടിനെ മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ് സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വഴിക്കടവ് ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് തേക്ക് മ്യൂസിയത്തിലെത്താം. 1995-ലാണ് ഇത് സ്ഥാപിതമാവുന്നത്. തേക്ക് മ്യൂസിയത്തിൻ്റെ ചുമതല കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ. കാരണം നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ് അതിൻ്റെ ക്വാളിറ്റി കാരണം. നിലമ്പൂർ തേക്കിൻ്റെ ലൈഫ് സൈക്കിള്, നിലമ്പൂർ തേക്കിലെ ഏറ്റവും വലിയ തേക്കുകളുടെ ഭാഗങ്ങൾ, തേക്കുകാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഷഡ്പദങ്ങളുടെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് കാണാം. തേക്കിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടും. നമ്മുടെ കനോലി സാഹിബിൻ്റെ ഫോട്ടോയൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ ഒരുപാടൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യില്ല, വളരെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിയത്തിൽ ചുറ്റുവട്ടത്തുള്ള ഏരിയയിൽ തന്നെ അവർ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്കൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ ഇതുവഴി ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിലമ്പൂരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യാൻ പാടാത്ത വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന 2 സ്ഥലങ്ങളാണ് കനോലി പ്ലോട്ടും തേക്ക് മ്യൂസിയവും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളെപ്പോഴെങ്കിലൊക്കെ
ഷൊർണൂർ നിലമ്പൂർ വഴിയിലൊക്കെ ട്രെയിൻ എടുത്ത് വരിക, ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുക. ഇതൊക്കെ ഒരു ലൈഫ് ടൈം മെമ്മറീസാണ് നമുക്ക്. എല്ലാ യാത്രകളും പുതിയ അനുഭവങ്ങളാണ്. നിലമ്പൂർ നമുക്ക് പ്രത്യേകിച്ചും ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും നമുക്ക് തരാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്.